എടുത്തേ. നീതി വിതയ്ക്കുവിൻ, നീതി വിതയ്ക്കുവിൻ, കാരുണ്യത്തിന്റെ ഫലങ്ങൾ കൊയ്യാം. കാരുണ്യത്തിന്റെ ഫലങ്ങൾ ചെയ്യാം. തരിശുനിലം ഉഴുതുമറിക്കുവിൻ, തരിശുനിലം ഉഴുതുമറിക്കുക. കർത്താവിനെ തേടാനുള്ള സമയമാണിത്. ഈ വചനത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദൈവം ഏകപക്ഷീയമായി നൽകുന്ന ദൈവാനുഗ്രഹമാണ് കാരുണ്യം എന്ന് പറയുന്നത്. അത് ഇന്ന കാരണം, അതായത് പക്ഷെ അതിന് ദൈവം കാരുണ്യം ലഭിക്കാൻ വേറൊരു കണ്ടീഷൻ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. കാരുണ്യം അൺകണ്ടീഷണലൊന്നുമല്ല, ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. അതെന്താ കാര്യം? നീതി പ്രവർത്തിക്കുവിൻ, കാരുണ്യത്തിൻ്റെ ഫലം കൊയ്യാം. അപ്പോൾ നമ്മളെ ഉടമ്പടിയിൽ വരുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാ കാര്യവും നീതിപൂർവ്വമായിരിക്കണം ചെയ്യണത്. നീതിപൂർവ്വം, അനീതി ചെയ്യരുത്.